അങ്ങനെ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളായിട്ട് ഞങ്ങൾ രണ്ടുപേരെ നാട്ടിൽ പോയതിന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗ്. അതുമാത്രമല്ല, നോമ്പിന്റെ ഫസ്റ്റ് ഡേ വെയിറ്റ് നോക്കിയതിന് ശേഷം പിന്നെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വെയിറ്റ് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ 29 ഡേയ്സിന്റെ നോമ്പിന് ശേഷം അത്യാവശ്യം സ്നാക്സും ജ്യൂസും ഒക്കെ കുടിച്ചിട്ടുള്ള നോമ്പിന് ശേഷം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. നിലമ്പൂരിൽ നിന്ന് രാത്രി രാജറാണി എക്സ്പ്രസ് കയറി കഴിഞ്ഞാൽ രാവിലെ ഒരു 5:30 ആകുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തും. അവിടുന്ന് കട കൊച്ചാപ്പിയും ബ്രദറാണ് നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രഷ് ആയി നേരെ വീട്ടിലേക്ക്. മാഷാഅല്ലാ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരാണ് മെയിൻ. ഇവരെ സെന്റർ ചെയ്തിട്ടാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കാറ്. അങ്ങനെ അൽഹംദുലില്ലാ ലാസ്റ്റത്തെ നോമ്പ് നമുക്ക് എല്ലാവരുടെയും കൂടെ ഇരുന്ന് കൂടാൻ. 2018 ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഓരോ ഒക്കേഷൻസിനും എല്ലാ കസിൻസും കൂടും. ഇപ്പൊ പക്ഷെ എല്ലാവരും കോളേജും ജോലിയൊക്കെ ആയിട്ട് പല പല സ്ഥലങ്ങളിലായി. അതുകൊണ്ട് കസിൻസ് ഗാങ്ങിൽ നിന്ന് ഞങ്ങൾ ഒരു 3-4 പേരെ ഉണ്ടായിരുന്നു. പെരുന്നാൾ രാവാണെന്ന് അറിഞ്ഞതോടുകൂടി രണ്ടുപേരും മൈലാഞ്ചിക്കോട് എടുത്ത് വാപ്പിയുടെ അടുത്തേക്ക് പുതിയ ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ 2 കറക്കം, അത് നിർബന്ധ. പിന്നെ പെരുന്നാൾ നിസ്കാരവും ഫുഡും ഒക്കെ കഴിഞ്ഞ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് കാണാൻ പോയി. നൈറ്റിൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ആട് 3 കാണാനായിട്ട് പോയി. 5-ലുള്ള അർച്ചന മൂവീസിലാണ് പോയത്. പാർട്ടും സെക്കൻഡ് പാർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറെന്റ് തീമായിരുന്നു ഈ തവണ. പക്ഷേ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ആയിരുന്നു ഇതിലും ബെറ്റർ എന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്സിൽ അറിയിക്കണേ. സത്യം പറഞ്ഞാൽ 2023 ശേഷമുള്ള എല്ലാ ചെറിയ പെരുന്നാളും ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. വേറെ ഒന്നും കൊണ്ടല്ല, മക്കളുണ്ടായത് 2023 റംസാൻ 30 പിറ്റേ ദിവസം പെരുന്നാളിലാണ് NICUവിൽ കയറി ഇവരെ പേര് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ 2023 ഈദിയാണ് ഇവർ ഞങ്ങളുടെ. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചുപോയി എന്റെ നാടായ ആലുവയിലേക്ക് ട്രെയിൻ കയറി. ഇവിടെ ഞങ്ങൾ വരുന്ന ദിവസം എല്ലാവരും ഫാമിലിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പെരുന്നാൾ പ്രമാണിച്ച് ആലുവ മണപ്പുറത്ത് ഫെസ്റ്റ് നീട്ടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അപ്പൊ തന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി വിട്ടു. അങ്ങനെ അൽഹംദുലില്ലാ 3-4 ദിവസം പെരുന്നാളായിട്ട് ഞങ്ങൾ 2 വീടുകളിലും ഫാമിലി ആയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിന്റെ സന്തോഷത്തിലായിരുന്നു. അപ്പൊ പിന്നെ മെയിൻ കാര്യത്തിലേക്ക് കടക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 29 ഡേയ്സിന്റെ നോമ്പിന് ശേഷം നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ വന്ന മാറ്റം എന്താണ്? ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ 2 വീടുകളിലും ചെന്നപ്പോൾ മിക്കവരും ഒതുങ്ങിയില്ലോ മെലിഞ്ഞല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോഴുള്ള സന്തോഷം എന്താണെന്ന് വെയിറ്റ് ലൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന മിക്കവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം. നിങ്ങൾ കാണുന്ന പോലെ വെയിറ്റിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കഴിച്ചിട്ടും വെയിറ്റ് കൂടിയില്ലല്ലോ, അതിന്റെ ഒരു സന്തോഷം. പിന്നെ ഡ്രസ്സുകളൊക്കെ ലൂസ് ആവുന്നുണ്ട്, പോസിറ്റീവ് കമന്റ്സ് അയക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഒരു മോട്ടിവേഷൻ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.